നെക്സ്റ്റ് നമ്മൾ പ്രൊവിഡന്റ് ഫണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവിഡന്റ് ഫണ്ട് ഇസ് എ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ ഫ്യൂച്ചർ. ദി എമൗണ്ട് അവൈലബിൾ ഇൻ ദിസ് ഫണ്ട് ഈസ് ഗിവൺ ടു എംപ്ലോയി ഓൺ റിട്ടയർമെന്റ്. അപ്പോൾ ഇതിന്റെ പ്രധാനമായും 4 ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, ദെൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. ഇത്രയും ടൈപ്പാണുള്ളത്. ഓരോന്ന് എന്താന്ന് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ കാര്യം മനസ്സിലാവും. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് പെർ ഇന്ത്യൻ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1925. ഇത് പ്രകാരമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അതും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള കാര്യങ്ങളാണ് എന്ത് പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനൊക്കെ നമ്മൾ ഓർമ്മിച്ചാൽ മതി. ഇനി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. സോ ഇത് ബാക്ക് ചെയ്യുന്നത് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 ആണ്. പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരമുള്ളതാണ് ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ബട്ട് ഇത് ഗവൺമെന്റ് എന്റർപ്രൈസസ് അല്ല. ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രൈവറ്റ് സെക്ടർ ആണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Then unrecognized എന്ന് പറഞ്ഞാൽ this is neither statutory nor recognized. ഇത് സ്റ്റാറ്റ്യൂട്ടറി അല്ല അതുപോലെ റെക്കഗ്നൈസ്ഡും അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നത്? അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത്. ഇത് ഏതൊരു ഓർഗനൈസേഷനും എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ബൈ എനി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷനും ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ ഫൈനലി വി ഹാവ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പബ്ലിക്കിന് ആർക്കും എന്ത് ചെയ്യാം? ഇത്തരം പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും. അതൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ലാബിലിന്റെ ആവശ്യമൊന്നുമില്ല. ആർക്കും എന്ത് ചെയ്യാം? ഇത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദി 4 ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഇനി ഇത് നമുക്കറിയാം ഇതൊരു കമ്പനി. കമ്പനി, ഇതൊരു എംപ്ലോയി. കമ്പനിയിൽ നമുക്ക് ആരുണ്ടാവും? ഒരു എംപ്ലോയർ ഉണ്ടാവും. അപ്പം ഇയാളുടെ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഈ എംപ്ലോയർ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. എങ്ങോട്ടേക്ക്? പി എഫിലേക്ക്. അപ്പൊ പി എഫിൽ ഈ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തിന് ശേഷം എന്ത് ചെയ്യും? ഈ 2 എമൗണ്ടിനും എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് ഓരോ വർഷം കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് എന്ത് ചെയ്യുക? ഈ എംപ്ലോയി ഇത് പിൻവലിക്കുക. ഇതാണ് പി എഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ ഏതൊക്കെയാണ് എംപ്ലോയിയുടെ ഇൻകം, അതിനെങ്ങനെയൊക്കെയാണ് ടാക്സ്, ഈ കാര്യം നമ്മളൊരു ചാർട്ട് നോക്കി പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, 3 എണ്ണമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്ന എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ഞാനിവിടെ ചിത്രത്തിൽ കാണിച്ചു അല്ലെ. എംപ്ലോയി മാത്രമല്ല ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും ഓരോ മാസവും. അപ്പം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ നോട്ട് ടാക്സബിൾ ആണ്. എംപ്ലോയർ കൊടുക്കുന്ന എമൗണ്ട് നോട്ട് ടാക്സബിൾ ആണ്. ബട്ട് അത് RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലാണെങ്കിൽ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി, നമ്മുടെ സാലറിയുടെ 12% കണ്ടിട്ട് അതിന്റെ മുകളിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സാലറിയുടെ 12% എന്ന് പറയുന്നത് 12,000 രൂപയാണെന്ന് വിചാരിക്കുക. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 15,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 3,000 രൂപ എന്താണ്? ടാക്സബിൾ ആണ്. ക്ലിയർ ആണോ? ദെൻ RPF അൺറെക്കഗ്നൈസ്ഡ് എന്താണ്? നോട്ട് ടാക്സബിൾ ആണ്. അപ്പൊ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെ ഓർമ്മിച്ചാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എവിടെ മാത്രമേ ടാക്സബിൾ ഉള്ളൂ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ. എത്രയാണ്? എക്സസ് ഓഫ് 12% ഓഫ് ദി സാലറി. ബാക്കി രണ്ടിലും എന്തല്ല? ടാക്സബിൾ അല്ല. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്തല്ല? എവിടെയും ടാക്സബിൾ അല്ല. കാരണം 3ലും ടാക്സബിൾ ആണ്. ബിക്കോസ് ഇതെന്താണ്? സാലറിയുടെ ഭാഗമാണ്. ഇയാളുടെ ഇൻക്ലൂഡഡ് സാലറിയാണ്. സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കാരണം ഇയാളുടെ സാലറിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇയാള് പേയ്മെന്റ് കൊടുക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്, നോട്ട് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ബട്ട് ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ എക്സസ് ഓഫ് 9.5%. 9.5% മുകളിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്താണ്? ടാക്സബിൾ ആണ്. ഇവിടെ നോട്ട് ടാക്സബിൾ ആണ്. ഇനി
എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റ് ലംസമായിട്ട് റിട്ടയർമെന്റ് ടൈമിൽ പിൻവലിക്കുമ്പോൾ RPF-ല് അല്ല SPF-ല് സ്റ്റാറ്റ്യൂട്ടറിയിൽ എന്താണ്? നോട്ട് ടാക്സബിൾ ആണ്. RPF-ല് നോട്ട് ടാക്സബിൾ ആണ്. ഇവിടെ എന്താണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും എന്താണ്? ടാക്സബിൾ ആണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്തല്ല? ടാക്സബിൾ അല്ല. ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചോ. എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോദിക്കാം.